Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 7 Unit 1 Glimpses of the Emirates. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ്. ഇതിന് മുമ്പുള്ള 2 ലെസണും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. അതേപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് മുഴുവനായി കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ ഡിയേഴ്സ്, നമ്മുടെ ലെസണിലേക്ക് കടക്കുകയാണ്. എന്താണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ 3ാമത്തെ ലെസൺ? എന്താ? ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് അല്ലേ? അപ്പോൾ ഇതിന് മുമ്പുള്ള 2 ലെസണും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ മറ്റുള്ള ലെസണുകളും അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ലെസൺ നോക്കാം. ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ്. ഗ്ലിംസസ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്നുള്ള ഒരു നോട്ടം അല്ലേ? നമ്മൾ ക്ഷണികമായൊരു നോട്ടം എന്നൊക്കെ പറയും. എവിടേക്കുള്ളത്? എമിറേറ്റ്സ്. എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? UAE അല്ലേ? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതാണ് ഇവിടെ എമിറേറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അബുദാബി, UAE, ഷാർജയൊക്കെ ഉൾപ്പെടുന്ന സ്ഥലം. അപ്പോൾ അവിടത്തേക്കുള്ള ഒരു എത്തിനോട്ടം എന്ന രീതിയിലാണ് ഇവിടെ ഓതർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ലൈൻ ഉണ്ട്. അതിലെന്താ പറയുന്നതെന്ന് നോക്കാം. ട്രാവലിംഗ് ഓൾവേസ് എക്സൈറ്റസ്. ഹിയർ ഈസ് എ ബ്രീഫ് ട്രാവൽ നോട്ട് അബൌട്ട് എ കൺട്രി ജസ്റ്റ് അക്രോസ് ദ സീ. അപ്പോൾ ട്രാവലിംഗ് എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റിംഗ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ചെറിയ ട്രാവൽ നോട്ട്. ട്രാവൽ നോട്ട് എന്ന് പറഞ്ഞാൽ യാത്രാ വിവരണം. ഇവിടെ കടൽ കടന്നിട്ടുള്ള ഒരു രാജ്യത്തിലുള്ള യാത്രാ വിവരണമാണ് ഇവിടെ ഓതർ വിവരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്ഥലം ഏതാണെന്നൊക്കെ പറഞ്ഞു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഓതർക്ക് നമ്മളോട് പറയാനുള്ളത് എന്ന് നോക്കാം. വാട്ട് വുഡ് അവൈറ്റ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ഇൻ UAE? ഐ വണ്ടേർഡ് ആസ് ഐ കെയിം ഔട്ട് ഓഫ് ദി എയർപോർട്ട് ഇൻ ടു ദ ഓപ്പൺ എയർ. അപ്പോൾ ഇവിടെ ഓതർ പറയാണ്, ഞാൻ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വളരെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട്? വാട്ട് വുഡ് അവൈറ്റ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ഇൻ UAE? ഒരു അപ്രതീക്ഷിതമായിട്ട് UAE വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ടൂറിസ്റ്റർക്ക് എന്തൊക്കെയാണ് അവിടെ കാത്തുവെച്ചിരിക്കുന്നത് എന്നതിൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ വണ്ടേർഡായി. അവിടെ എന്തൊക്കെയാണ് കാണാനുണ്ടാവുക എന്ന കാര്യമാണ് ഇവിടെ ഓതർ പറയുന്നത്. ഐ വാസ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ്. യെസ്, ഐ വാസ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ്. അപ്പോൾ ഇവിടെ ഓതർ സമ്മതിക്കുകയാണ്, അതെ ഞാനൊരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റാണ്. അതായത് ഞാൻ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു ടൂറിസ്റ്റാണ് UAEയിലേക്ക്, അല്ലാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്നതല്ല. ഐ ഹാഡ് ബീൻ ടു ഒമാൻ ടു സ്റ്റേ വിത്ത് മൈ നീസ്. ഐ ഹാഡ് ജസ്റ്റ് യൂസ്ഡ് ഇൻ 2 days ഓൺ മൈ വേ ബാക്ക് ഹോം. അപ്പോൾ ഓതർ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഒമാനിൽ നീസിൻ്റെ കൂടെ. നീസ് എന്ന് പറഞ്ഞാൽ ആരാ? മരുമക്കൾ. നമ്മൾ അനന്തിരവൾ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ പെങ്ങളുടെ മക്കൾ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ മകളാണ്, മകനല്ല. മകനാവുമ്പോൾ നെഫ്യൂ ആവും. അപ്പോൾ ആ പെങ്ങളുടെ മകളെടുത്ത് താമസിക്കുകയായിരുന്നു ഓതർ. അപ്പോൾ തിരിച്ച് നാട്ടിലേക്കുള്ള വഴിയിൽ ഒരു 2 ദിവസം ഇങ്ങനെ നമ്മൾ കണ്ടെത്തൂലേ, പെട്ടെന്ന് ഇങ്ങനെ നാട്ടിൽ വരുന്നതിൻ്റെ കൂടെ ഒരു 2 ദിവസം നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ലേ, ആ ഒരു രീതിയാണ് ഇവിടെ സ്ക്യൂസ്ഡ് എന്ന് ആര് പറഞ്ഞിരിക്കുന്നത്? ഓതർ പറഞ്ഞിരിക്കുന്നത്. ഐ ഹാഡ് ജസ്റ്റ് യൂസ്ഡ് ഇൻ 2 days ഓൺ മൈ വേ ബാക്ക് ഹോം ബട്ട് 2 days വെർ ഇനഫ് ടു ഗിവ് മീ ആൻ ഐ ഫുൾ ആൻഡ് പ്ലെൻറ്റി ഓഫ് ഫുഡ് ഫോർ തോട്ട്. പക്ഷേ ആ ഒരു 2 ദിവസം എനിക്ക് കണ്ണ് നിറച്ച് കാഴ്ചകൾ കാണാനും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും കിട്ടിയിട്ടുണ്ടായിരുന്നു, മതിയായിരുന്നു എന്നാണ് ആര് പറയുന്നത്? ഓതർ പറയുന്നത്. The dense clouds hovering above the wings of the aircraft had already given me an eyeful. അപ്പോൾ ഇവിടെ ഓതർ പറയാണ്, എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എയറോപ്ലെയിൻ അല്ലേ? അപ്പോൾ ആ ഒരു നമ്മൾ വിങ്സിലൂടെ
എയറോപ്ലെയിൻ്റെ വിങ്സിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ക്ലൗഡുകൾ, നല്ല തിക്കായിട്ടുള്ള ക്ലൗഡുകളുടെ ആ ഒരു തങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം തന്നെ എന്താണ്, വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലേ. അതായത് ഇങ്ങനെ എയറിലിങ്ങനെ ബാക്കി നിൽക്കുന്ന ക്ലൗഡുകളൊക്കെ, ഹവറിംഗ് എന്ന് പറഞ്ഞാൽ എയറിലിങ്ങനെ ബാക്കി നിൽക്കുന്ന തൂങ്ങിക്കിടക്കുന്ന ക്ലൗഡുകളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച, അത് ഏതിലൂടെ നോക്കുമ്പോൾ എയറോപ്ലെയിൻ്റെ ആ ഒരു വിൻഡോയിലൂടെ നമ്മൾ നോക്കും. അപ്പോൾ ആ ഒരു വിങ്സ് വഴി അത് കാണാൻ പറ്റും നമുക്ക് അല്ലേ. ആ ഒരു വിങ്സും നമ്മൾ കാണും, ഏതിൻ്റെ, എയറോപ്ലെയിൻ്റെ. അപ്പോൾ ആ ഒരു വിങ്സിൻ്റെ ഇടയിലൂടെയുള്ള ആ ഒരു ക്ലൗഡ്സിൻ്റെയൊക്കെ ആ ഒരു മനോഹരമായ ദൃശ്യം ഓൾറെഡി ഓദർക്ക് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു, എയറോപ്ലെയിനിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഡെസേർട്ട് വിച്ച് സീം ടു സ്ട്രെച്ച് എൻഡ്ലെസ്ലി വാസ് എ സ്പെക്ടാക്കിൾ ടു. കൂടാതെ ഒരു അട്രാക്റ്റീവ് സൈറ്റും കൂടെ ഓദർക്ക് കാണാൻ പറ്റി. അതെന്താണ്, പരന്ന് കിടക്കുന്ന അവസാനമില്ലാത്ത ആ വിശാലമായ മരുഭൂമി. ആ ഒരു കാഴ്ചയും ആർക്ക് ലഭിച്ചിട്ടുണ്ട്, ഓദർക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. Okay, look at the next paragraph. The long drive in my friend Ashok's car from Ras Al Khaimah to Abu Dhabi was a memorable experience. അപ്പോൾ ഇവിടെ ഓദർ പറയാണ്, റാസൽ ഖൈമയിൽ നിന്നും അബുദാബിയിലേക്കുള്ള ഒരു കുറച്ച് ലോങ് ഡ്രൈവാണ്, ദീർഘദൂരമുള്ള ആ ഒരു യാത്ര. ആരുടെ കാറിൽ, ഓദറുടെ ഫ്രണ്ട് അശോകൻ്റെ കാറിലുള്ള ആ ഒരു യാത്ര വളരെ മെമ്മറബിൾ ആയിരുന്നു എന്നാണ് ആര് പറയുന്നത്, ഓദർ പറയുന്നത്. വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ബീച്ചിലേക്ക് ഇറങ്ങുന്നത് വരെയും, അതായത് ആ ഒരു വെഞ്ചറിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡെയറിങ് ടു ഡു സംതിങ് ആണ് അല്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം. അപ്പോൾ ആ ഒരു ബീച്ചിലേക്ക് അത്രയും ദൂരം യാത്ര ചെയ്ത് ആ ഒരു വരാനുള്ള ധൈര്യം, അവിടെ ഇറങ്ങുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ടയേർഡായിട്ടുണ്ടായിരുന്നില്ല. അത്രയും എൻജോയിങ്ങിൽ തന്നെയായിരുന്നു ആര് വന്നിട്ടുണ്ടായിരുന്നത്, ഓദറും ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നത് ബീച്ചിലേക്ക്. വി നെവർ ഗോട്ട് ടയർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. ദ സീ ഹാഡ് ദ സെയിം സിറീൻ എപ്പിയറൻസ് എവരിവെയർ. കടലാണെങ്കിൽ എങ്ങനെയാണ്, സിറീൻ മീൻസ് ശാന്തമായ, ക്വയറ്റ് എന്ന് പറയും നമ്മൾ. ഓക്കെ, അപ്പോൾ കടലാണെങ്കിൽ എങ്ങനെയാണുള്ളത്, കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടാണുള്ളത്. എല്ലായിടത്തും കടലിൻ്റെ എല്ലാ ഭാഗത്തും നല്ല ശാന്തമായിട്ടും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ചസ്. ഈ ഒരു ശാന്തമായ ബീച്ച് കാണുമ്പോൾ, ആ ഒരു കടലിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ ഒരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും, സ്വർഗീയ തുല്യമായ ഒരു അനുഗ്രഹം അല്ലേ, നമ്മൾ സ്വർഗത്തിൽ എത്തപ്പെട്ട പോലുള്ള ഒരു ഫീലിംഗ് ആണ് തോന്നുക എന്നാണ് ഇവിടെ ഓദർ പറയുന്നത്. അറ്റ് സൊയ്ഹാൻ ഇൻ അബുദാബി ഐ കോട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അതേപോലെ അബുദാബിയിലെ സൊയ്ഹാനിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു കാഴ്ചയും കൂടെ ഓദർക്ക് കാണാൻ പറ്റി. അതെന്താണ്, ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. അബുദാബിയിലുള്ള നൂർ സോളാർ പവർ പ്ലാന്റിലേക്കുള്ള ഒരു എൻട്രൻസ്, അതാർക്ക് കാണാൻ പറ്റി, ഓദർക്ക് കാണാൻ പറ്റി. It is the largest single-site solar power plant in the world, producing a stupendous 1.2 GW of power. അപ്പോൾ ഇത് ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആണ് ലോകത്തിൽ വെച്ചിട്ടുള്ള. കൂടാതെ അവിടെ വളരെ ബൃഹത്തായ 1.2 GW മീൻസ് ജിഗാവാട്ട് അല്ലേ ഓഫ് പവർ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് വളരെ വലിയൊരു സോളാർ പവർ പ്ലാന്റ് തന്നെയാണ്. ലോകത്തിലെ തന്നെ സിംഗിൾ സൈറ്റ് ലാർജസ്റ്റ് പവർ പ്ലാന്റ് ആണെന്ന് ഓദർ പറഞ്ഞു അല്ലേ. ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. തീർച്ചയായും അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ആർക്കും അനുവദനീയമല്ല, ടൂറിസ്റ്റിനോ വിസിറ്റേഴ്സിനൊന്നും അനുവദനീയമല്ല. I had to satisfy myself with the magnificent photograph of the power plant on the net. അതുകൊണ്ട് തന്നെ ആ പവർ പ്ലാന്റിൻ്റെ നമുക്ക് നെറ്റിൽ കിട്ടുന്ന ഫോട്ടോസ് ഉണ്ടാവില്ലേ, വളരെ ബൃഹത്തായ മനോഹരമായ ഭയങ്കരമായ അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണിക്കുന്ന ഫോട്ടോസ്, അതിനെ കൊണ്ട് എനിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നാണ് ഓദർ പറയുന്നത്. ദ പ്ലാന്റ് ഹാസ് ആൻ അമേസിങ് 3.2 മില്യൺ സോളാർ പാനൽസ്. അവിടെ 3.2 മില്യൺ സോളാർ പാനൽസ് ഉണ്ട് നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിൽ. ഐ വിഷ് ടൂറിസ്റ്റ് വെർ ഗിവൺ ആൻ ഏരിയൽ വ്യൂ ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ
ഓതറുടെ ഒരു ആഗ്രഹം പറയണം അല്ലേ, ജസ്റ്റ് ഒരു ഏരിയൽ വ്യൂ, അതായത് ജസ്റ്റ് ഒന്ന് കാണാനുള്ള ഒരു അവസരം ടൂറിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ് ഓതർ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഐ വാസ് ആബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. പിന്നെ അടുത്തത് ഏത് കാണാൻ കഴിഞ്ഞു? വേൾഡിലെ തന്നെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ ബുർജ് ഖലീഫ കാണാനുള്ള അവസരവും ആർക്ക് ലഭിച്ചു? ഓതർക്ക് ലഭിച്ചു. ക്ലൈംബിംഗ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. ബുർജ് ഖലീഫയിലുള്ള എല്ലാ വഴികളിലൂടെയും, ടോളസ്റ്റ് ബിൽഡിംഗ് ആണല്ലേ, എല്ലാ വഴികളിലും കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും മുകളിൽ എത്തുമെന്നാണ് പറയുന്നത്. കാരണം എന്താ? ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് ആണ്. ഓക്കെ, ഓഫ് കോഴ്സ് ഐ കുഡ് നോട്ട് ഡു ഇറ്റ്. പക്ഷേ ആർക്കതിന് സാധിച്ചിട്ടില്ല? ഓതർക്കതിന് സാധിച്ചിട്ടില്ല. കാരണം അത്രയും കയറി പോകണമെങ്കിലൊക്കെ ഒരുപാട് ടൈമൊക്കെ നമുക്ക് വേണം. ഓതറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നതാണ് അല്ലേ? കാരണം കുറേ ദിവസത്തേക്കൊന്നും വന്നതല്ല, വളരെ ചെറിയ 1-2 ദിവസത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം തന്നെ ഒരു ദിവസം ഫുള്ള് നിന്ന് കാണാനുള്ള സമയം ആർക്കില്ല? ഓതർക്കില്ല. ഓക്കെ, ദെൻ എ ബോട്ട് റൈഡ് അറ്റ് ബർദുബായി ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. ബർദുബായ് എന്ന് പറയുന്നത് ദുബായ് 2 പാർട്ടാണ് അല്ലേ, ദരാ ദുബായും ബർദുബായും. അപ്പം ബർദുബായിലുള്ള ആ ഒരു ബോട്ട് റൈഡിങ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് ഓതർ പറയുന്നത്. ദ ഡാസ്ലിംഗ് ലൈറ്റ്സ് ആൻഡ് ദ റിഫ്ലക്ഷൻ ഓൺ ദ ക്രീക്ക് ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. ആ തിളങ്ങുന്ന ലൈറ്റുകളുടെ ആ ഒരു റിഫ്ലക്ഷൻ ആ അരുവിയിലേക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ലോകത്തിന് പുറത്ത് എവിടെയോ ഉള്ളതുപോലുള്ള ഒരു ഫീലിംഗ് ആണെന്നാണ് ഇവിടെ ആര് പറയുന്നത്? ഓതർ പറയുന്നത്. തൊട്ട് മുമ്പ് കടൽ കാണാൻ പോയപ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സ്വർഗീയ തുല്യമായ ഒരനുഭവം എന്ന് ഓതർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അരുവിയിലേക്ക് അടിക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി, അതിനെയും ഓതർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് ഓൺലി മാച്ച്ഡ് ബൈ എ റൈഡ് ഓൺ ദ മെട്രോ ഫ്രം അൽ നഹ്ദ ടു സ്റ്റേഡിയം. അതേപോലെ തന്നെ വളരെ സുന്ദരമായ വേറൊരു കാഴ്ചയും കൂടി ഇവിടെ പറയാണ്. അൽ നഹ്ദയിൽ നിന്നും സ്റ്റേഡിയത്തിലേക്കുള്ള ആ ഒരു മെട്രോ യാത്ര, അതും ഇതേപോലെ അതിസുന്ദരമായിരുന്നു എന്നാണ് ആര് പറയുന്നത്? ഓതർ പറയുന്നത്. വാച്ചിങ് ദ ലാൻഡ്സ്കേപ്പ് ഫ്രം എ ട്രെയിൻ ഈസ് ഓൾവേസ് എൻ്റർടൈനിങ്. ട്രെയിനിൽ നിന്ന് നമ്മൾ പുറത്തേക്കുള്ള ആ ഒരു ഭൂപ്രകൃതി നോക്കിയിട്ടുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ എൻ്റർടൈനിങ് ആണ്. ബട്ട് ഹിയർ വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എവർ സീൻ. പക്ഷേ ഇവിടെയുള്ള ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. കാരണം എന്താ? അബുദാബി അല്ലെങ്കിൽ അതുപോലുള്ള അറബ് രാജ്യങ്ങളിൽ പൊതുവേ എന്താണ്, അബുദാബി ദുബായിലൊക്കെ ആ ഒരു കൺട്രിയിലുള്ള റോഡ് സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ ലോണൊക്കെ പിടിപ്പിച്ച് ഗാർഡനൊക്കെ ആയി അതിമനോഹരമാണ്. അപ്പോൾ നമ്മൾ മെട്രോയിലേക്ക് കൂടി മുകളിലൂടെ പോകുമ്പോൾ അതിൻ്റെ താഴെയുള്ള ആ ഒരു ഭൂപ്രകൃതി കാണുമ്പോൾ അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണത് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഓതർ പറയുന്നത്. ദെൻ ബട്ട് നത്തിങ് മാച്ച് ദ ലൂവർ അബുദാബി മ്യൂസിയം, എ മാർവൽ ബൈ എനി സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് അബുദാബിയിലുള്ള ലൂവർ മ്യൂസിയത്തെക്കുറിച്ചാണ്. അതിനോട് കിടപിടിക്കാൻ പറ്റിയ വേറെ ഒന്നും, ആ ഒരു സ്റ്റാൻഡേർഡിനോട് കിടപിടിക്കാൻ പറ്റിയ വേറെ ഒന്നും തന്നെ ഇല്ല എന്നാണ് ആര് പറയുന്നത്? ഓതർ പറയുന്നത്. ഇറ്റ് ഹൗസസ് സം ഓഫ് ദ വേൾഡ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമെയിൻസ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ് ആൻഡ് അതർ ആർട്ട് ഫാക്ട്സ്. അപ്പോൾ അവിടെയുള്ളത്, ഈ അബുദാബി ലൂവർ മ്യൂസിയത്തിലുള്ളത് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമെയിൻസ് അല്ലേ, ചരിത്ര പ്രധാനമായ പുരാതനമായ പല വസ്തുക്കളും അല്ലേ, അത് വളരെ അട്രാക്റ്റീവാണ്. പിന്നെ പെയിൻറ്റിങ്സ് ഉണ്ട്, സ്കൾപ്ചേഴ്സ്, കൊത്തുപണികളും ശില്പങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അതർ ആർട്ട് ഫാക്റ്റ്, മറ്റുള്ള എന്താ പറയുക കലാപരമായ വസ്തുക്കളും, ഇതൊക്കെ നിറഞ്ഞതാണ് അബുദാബിയിലുള്ള ലൂവർ മ്യൂസിയം. It carries the name of the famous Louvre Museum in France on an agreement. അപ്പോൾ ഈ അബുദാബി ലൂവർ മ്യൂസിയം ഈ ഒരു പേര് എടുത്തിരിക്കുന്നത് ആക്ച്വലി ഈ ലൂവർ മ്യൂസിയം എന്ന് പറയുന്നത് ഫ്രാൻസിലാണ്. ആ ഫ്രാൻസിൻ്റെ ആ ലൂവർ മ്യൂസിയം ഒരു എഗ്രിമെൻറ്റിൽ ഇവർ എന്ത് ചെയ്തിരിക്കുകയാണ്, കടമെടുത്തിരിക്കുകയാണ്, ഇവിടെ പേര് എടുത്തിരിക്കുകയാണ് അല്ലേ, അവരുമായിട്ടുള്ളൊരു ടൈപ്പാണ്.
ഇറ്റ് ഹാസ് ഓൾസോ റെൻറ്റഡ് മോർ ദാൻ 300 പീസസ് ഫ്രം ദ ലൂവർ ഫോർ ഡിസ്പ്ലേ. അപ്പോൾ അവിടെ നിന്നും 300-ലധികം പീസസ് എന്ത് ചെയ്തിട്ടുണ്ട്, അബുദാബി മ്യൂസിയത്തിലേക്ക് കടമെടുത്തിട്ടുണ്ട് പ്രദർശനത്തിന് വേണ്ടിയിട്ട്. I thought it terribly unlucky of me to have spent only half a day in the museum. ആ മ്യൂസിയത്തിൽ ജസ്റ്റും ഒരു അര ദിവസം മാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഓദർക്ക് ഭയങ്കരമായിട്ട് ഒരു ദൗർഭാഗ്യകരമായിട്ട് തോന്നിപ്പോയി. ഐ വുഡ് ഹാവ് ലവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക്. ഓദർ ശരിക്കും ഒരു വീക്കെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യണമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അത്രയെങ്കിലും ഉണ്ടെങ്കിലും മാത്രമാണ് ആ മ്യൂസിയം അത്ര വിശാലമായിട്ട് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഓദർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഓദർ വെറും 2 ദിവസത്തേക്ക് മാത്രം നാട്ടിലേക്കുള്ള വഴിയിൽ ഒന്ന് അബുദാബി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓൺ ബോർഡിംഗ് ദ ഫ്ലൈറ്റ് ടു കാലിക്കറ്റ് ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ കാലിക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ഓദർ ആഗ്രഹിക്കുകയാണ് ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ്. ഇതുപോലുള്ള വിസിറ്റിന് ഒരുപാട് സമയം തന്നെ എന്ത് ചെയ്യണം, വേണം എന്നുള്ളത് ഓദർ ആഗ്രഹിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് 2 വീക്സ്, അതായത് ഇതുപോലുള്ളൊരു സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യുമ്പം ഈ ഒരു 2 ദിവസം പോരാ, ഒരു 2 ആഴ്ചയെങ്കിലും എന്ത് ചെയ്യണം, താമസിക്കണം. എന്നാൽ മാത്രമേ കാണേണ്ട കാഴ്ചകളൊക്കെ ടൈം എടുത്ത് ആസ്വദിച്ച് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഓദർ ഇവിടെ വ്യക്തമാക്കുന്നത്. അനദർ ടൈം എന്ന് പറഞ്ഞാൽ മറ്റൊരു സമയം എന്തായാലും ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓദർ ഇവിടെ പറയുന്നത്. ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗെയിൻ. എനിക്ക് എന്തായാലും വീണ്ടും ഒരു ചാൻസ് കിട്ടുമായിരിക്കും. യു നെവർ നോ. നിങ്ങൾ എന്തായാലും അറിയില്ല. കാരണം ഒരു തവണ ഓദർ ഈ ട്രാവൽ നോട്ട് എഴുതി കഴിഞ്ഞു. അപ്പം വീണ്ടും ഒരു അവസരം കിട്ടിയാൽ നമ്മൾ വായനക്കാരായ നമ്മൾ അറിയണമെന്നില്ല. ഓദർ വീണ്ടും ആ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിലെ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറും കൂടെ നമുക്കൊന്ന് എളുപ്പം നോക്കിയിട്ട് പോവാം. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ ഓദർ സേ ദാറ്റ് he had used in 2 days അല്ലേ. ഇവിടെ ഓദർ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഫസ്റ്റ് പറയുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വേർഡായിരുന്നു അല്ലേ. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്യൂസ്ഡ് എന്ന മീനിങ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് വ്യക്തമായ ഒരു അർത്ഥം കിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഓദർ പറഞ്ഞത് ഈ ഹാഡ് സ്ക്യൂസ്ഡ് ഇൻ 2 days, ഒരു 2 ദിവസം ഞെക്കി എടുക്കുകയായിരുന്നു എന്നുള്ളത് ഓദർ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ആൻസർ എഴുതാൻ പറ്റുക? The author says that he had excused in 2 days because he made time for a brief visit to Abu Dhabi even though he had a busy schedule to back home. വളരെ ധൃതിയിൽ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ ഓദർ എന്ത് ചെയ്തതാണ്, ഒരു ബ്രീഫായിട്ടുള്ള ഒരു വിസിറ്റ് അബുദാബി ജസ്റ്റ് ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് സമയം ഉണ്ടാക്കുകയാണ് ചെയ്തത് അല്ലെ. ഒരു 2 ദിവസത്തെ ടൈം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ ഈ ആ ഒരു സ്ക്യൂസ്ഡ് ഇൻ 2 days എന്ന ഒരു ഫ്രേസ് നമ്മുടെ ഓദർ യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ ഓദർ സേ വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ചസ് അല്ല. ഇപ്പോൾ എടുത്ത ലെസൺ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. ആ ഒരു ബീച്ച് കണ്ടപ്പോൾ ആ ഒരു ഹെവൻലി ബ്ലിസ് അല്ലെ, സ്വർഗീയ തുല്യമായ ഒരു അനുഗ്രഹം ആ ഒരു ക്വയറ്റ് ബീച്ച് കാണുമ്പോൾ ഏതൊരാൾക്കും തോന്നുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓദർ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ എഴുതുക? The author says one feels a kind of heavenly bliss at the quiet beaches because the serene appearance of the sea create a sense of profound peace and happiness അല്ലേ. അശാന്തമായ കടൽ എന്ത് തരുന്നുണ്ട്? വളരെ അഗാധമായ ഒരു സന്തോഷവും ഒരു സമാധാനവും നമുക്ക് തരുന്നുണ്ട്. This serene and peaceful environment evokes a feeling of joy and contentment that the author describes as heavenly bliss. അപ്പോൾ ആ ഒരു ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഏതൊരാൾക്കും മനസ്സിൽ വളരെ ആ ഒരു സന്തോഷവും ഒരു സംതൃപ്തിയൊക്കെ നൽകും അല്ലേ. അതുകൊണ്ടാണ് അവിടെ ഓദർ അതിനെ ഹെവൻലി ബ്ലിസ് സ്വർഗീയ തുല്യമായ ഒരു അനുഗ്രഹമായിട്ട് വിവരിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ഓദർ ഹാവ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് വിത്ത് ദ ഫോട്ടോഗ്രാഫ്സ് ഓൺ ദ നെറ്റ്?
എന്തുകൊണ്ടാണ് ഓതർക്ക് ആ നെറ്റിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോഗ്രാഫ്സിൽ സംതൃപ്തി അടയേണ്ടി വന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് അല്ലേ. ആ നൂർ, അബുദാബിയിലുള്ള നൂർ സോളാർ പവർ പ്ലാന്റ് അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ അകത്തേക്ക് വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. അപ്പം നമുക്ക് ഇതെങ്ങനെ നമുക്ക് ആൻസർ എഴുതാം? ദ ഓതർ കുഡിൻ വിസിറ്റ് ദ നൂർ Abu Dhabi solar power plant because tourists were not allowed in this place. So he had to satisfy himself with the photographs on the net. Clear അല്ലേ ആൻസർ? കാരണം കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത് അബുദാബി നൂർ സോളാർ പവർ പ്ലാന്റ് കാണാൻ ഓതർക്ക് പറ്റിയിട്ടില്ല. അവിടെ ടൂറിസ്റ്റ് അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഓതർക്ക് അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഓതർ മീൻ ബൈ എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ്? അല്ലേ, ലോകത്തിൽ നിന്ന് തന്നെ പുറത്തുള്ള എവിടെയോ എന്നുള്ള ഒരു തോന്നൽ ഓതർക്ക് വന്നത് എന്തുകൊണ്ടാണ്? അത് ഏത് കാണാൻ പോയപ്പോഴാണ്? ആ ഒരു ലൈറ്റ് അല്ലേ, ആ ഒരു തുറമുഖത്തുണ്ടായിരുന്ന ആ ഒരു ലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ആൻസർ എഴുതാം. Here the author means that the dazzling lights and their reflection on the creek gave him a magical experience. It felt like him being in a different, unreal world. So the author says so. അപ്പോൾ ഇവിടെ എന്താണ് ഓതർ പറയുന്നത്? ഓതർ എന്താണ് അർത്ഥമാക്കുന്നത്? ആ ഒരു തിളങ്ങുന്ന ലൈറ്റും അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷനും ആ അരുവിയിലേക്ക് അടിക്കുമ്പോൾ അതൊരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ് അല്ലേ. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഹിം ബീയിങ് ഇൻ എ ഡിഫറെൻറ്റ് അൺറിയൽ വേൾഡ്. ഇത് ഓതർക്ക് എങ്ങനെ തോന്നി? തികച്ചും വ്യത്യസ്തവും നമ്മുടെ ഭൂമിയിൽ കാണുന്ന ആ ഒരു കാര്യങ്ങളുമായിട്ടുള്ള ഒരു മാറ്റം ഓതർക്ക് ഇവിടെ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഓതർ ഇവിടെ അങ്ങനെ പറഞ്ഞത്. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു ആൻസറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ക്വയറ്റ് ബീച്ചസ് കണ്ടപ്പോഴും ഇതേപോലെ തന്നെ ഒരു ഹെവൻലി ബ്ലിസ്സായിട്ടാണ് ഓതർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള ആ ഒരു കാഴ്ചയും ഓതർക്ക് നമ്മുടെ സാധാരണ ലോകത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചയായിട്ട് അനുഭവപ്പെട്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ദ ഓതർ തിങ്സ് ഹി വാസ് അൺലക്കി ഇൻ ഹിസ് വിസിറ്റ് ടു ദ ലൂവർ മ്യൂസിയം? ആ ഒരു ലൂവർ മ്യൂസിയത്തിൽ കയറിയത് ഒരു അൺലക്കി ആയിപ്പോയി, ദൗർഭാഗ്യകരമായി പോയി എന്നുള്ളത് ഓതർ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് അല്ലേ. എന്താ പറയുക? ബിക്കോസ് ഹി കുഡ് ഓൺലി സ്പെൻഡ് ഹാഫ് എ ഡേ ഇൻ ദ ലൂവർ മ്യൂസിയം. ലൂവർ മ്യൂസിയത്തിൽ വെറും അര ദിവസം മാത്രമാണ് ഓതർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. ഹി ഫെൽറ്റ് ദാറ്റ് ഇൻ ദിസ് ഷോർട്ട് പീരീഡ് വാസ് ഇൻസഫിഷ്യൻറ്റ് ഫോർ ഹിം ടു എക്സ്പ്ലോർ ദ മ്യൂസിയം. അപ്പോൾ ഈ ഒരു മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാൻ ഓതർക്ക് എന്ത് കിട്ടിയിട്ടില്ല? അതൊരു ഷോർട്ട് ടൈമായിരുന്നു. അത് മതിയാവോളം കാണാനുള്ള ആ ഒരു സമയം ഓതർക്ക് കിട്ടിയിട്ടില്ല. ഹി വുഡ് ഹാവ് ലവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക്. ഒരാഴ്ചയെങ്കിലും അവിടെ താമസിച്ചത് കാണണമെന്നായിരുന്നു ഓതർ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ആ ലൂവർ മ്യൂസിയം കാണാൻ വിസിറ്റ് ചെയ്തത് അൺലക്കി ആയിപ്പോയി എന്നുള്ളത്. അതായത് അര ദിവസം പോരാ എന്നുള്ളതാണ് ഇവിടെ ഓതർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറും കൂടിയുള്ളത്. ബാക്കി ഇതിലുള്ള ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.